ഓൾ ഇന്ത്യ ലെവലിൽ അഗ്രികൾച്ചർ പഠനം ആഗ്രഹിക്കുന്നവർ അറിയേണ്ട കാര്യങ്ങൾ ആപ്ലിക്കേഷൻ ക്ഷണിച്ചു. അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫോറസ്ട്രി, അതേപോലെ തന്നെ ബിടെക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, അതേപോലെ ഡയറി ടെക്നോളജി, ഫുഡ് ടെക്നോളജി, ബയോടെക്നോളജി ഇങ്ങനത്തെ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും CUTയുടെ എക്സാമിനേഷൻസ് ഐക്കാറിന് വേണ്ടിയുള്ള എക്സാമിനേഷൻസ് എഴുതിയവർ ശ്രദ്ധിക്കുക. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ബാക്കി കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അവസാന തീയതി എന്ന് പറയുന്നത് 23-ാം തീയതിയാണ്. അതായത് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് 22-ാം തീയതി വ്യാഴാഴ്ചയാണ്. അതായത് നാളെ വെള്ളിയാഴ്ച രാത്രി വരെയാണ് ഉള്ള സമയം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പാണ് അപേക്ഷിക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കേരളത്തിലൊക്കെ അഗ്രികൾച്ചർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇവിടുത്തെ 80% സീറ്റും നീറ്റിൻ്റെ സ്കോറുമായി കീം അതോറിറ്റി വഴിയാണ് നടക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ 20% ഓൾ ഇന്ത്യ ലെവലിലെ സീറ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. കേരളത്തിലടക്കമുള്ള സർവകലാശാല 20% ഓൾ ഇന്ത്യ സീറ്റിലേക്കാണ് ഇതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അഡ്മിഷൻ ലഭിക്കുക. 80% സീറ്റുകളും കീം അതോറിറ്റി തന്നെയാണ് അത് ഫില്ല് ചെയ്യുക. അത് നീറ്റിൻ്റെ സ്കോർ അടിസ്ഥാനത്തിലായിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ ആവുന്നുള്ളൂ. MBBSും BDS മാത്രമേ ഇപ്പോൾ വിളിച്ചിട്ടുള്ളൂ. ഇവിടെ ഏതൊക്കെ കോഴ്സുകളാണ് പഠിക്കാൻ സാധിക്കുക നമുക്ക് നോക്കാം. ഒന്ന് BSc ഓണേഴ്സിൽ വരുന്നത് അഗ്രികൾച്ചർ വരുന്നുണ്ട്, ഹോർട്ടിക്കൾച്ചർ വരുന്നുണ്ട്, ഫോറസ്റ്റ് വരുന്നുണ്ട്, കമ്മ്യൂണിറ്റി സയൻസ് വരുന്നുണ്ട്, ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ് വരുന്നുണ്ട്, സെറികൾച്ചർ വരുന്നുണ്ട്, നാച്ചുറൽ ഫാമിംഗ് വരുന്നുണ്ട്, ബാച്ചലർ ഓഫ് ഫിഷറി സയൻസ് വരുന്നുണ്ട്. ഇത്രയും കോഴ്സുകളാണ് ഇവിടെ പഠിക്കാൻ സാധിക്കുക. പിന്നീട് നമുക്ക് BTech ആണ് പഠിക്കാൻ സാധിക്കുക. BSc അല്ലാതെ BTech പഠിക്കാൻ സാധിക്കുന്നത് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ഡയറി ടെക്നോളജി, ഫുഡ് ടെക്നോളജി, ബയോടെക്നോളജി ഇത്രയും കോഴ്സുകളാണ്. കേരളത്തിലെ സർവകലാശാലകളും അവിടെയുള്ള കോഴ്സുകളും നോക്കാം. BTech അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഉള്ളത് കേരള സർവകലാശാല തൃശ്ശൂരിലാണ്. BTechൽ തന്നെ ഡയറി ടെക്നോളജി വരുന്നുണ്ട്, അത് കേരള വെറ്റിനറി ആൻഡ് അനിമൽ യൂണിവേഴ്സിറ്റി വയനാടിലാണ്. BTech ഫുഡ് ടെക്നോളജി വരുന്നുണ്ട്, അത് കേരള കാർഷിക സർവകലാശാല തൃശ്ശൂരിലാണ് വരുന്നത്. പിന്നെ BSc ഓണേഴ്സിൽ വരുന്നത് അഗ്രികൾച്ചർ ആണ്, അതും തൃശ്ശൂർ തന്നെയാണ് വരുന്നത്. മറ്റൊന്ന് വരുന്നത് BSc ഫോറസ്ട്രി ആണ് തൃശ്ശൂർ. മറ്റൊന്ന് വരുന്നത് ഫിഷറി സയൻസ് ആണ്, അത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറി ആൻഡ് ഓഷ്യൽ സയൻസ് കൊച്ചിയിലാണ് വരുന്നത്. ഇത്രയും കോഴ്സുകളാണ് കേരളത്തിൽ വരുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസുകൾ. എങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ icaradmission.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾ കയറുക. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അവിടെ ഇതിനു മുമ്പ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ലോഗിൻ ID പാസ്വേഡ് വെച്ചിട്ട് ജോയിൻ ചെയ്യാം. അഥവാ പാസ്വേഡ് ലഭിക്കാത്തവരോ മറന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ജനന തീയതി എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റായിട്ട് കൊടുത്താൽ മതി. ഇപ്പം ഇനി അഥവാ പാസ്വേഡ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ പാസ്വേഡ് ഫൊർഗറ്റായി അല്ലെങ്കിൽ അത് അടിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഫോളോയിങ് ഫോർമാറ്റിൽ കൊടുക്കുക. അതായത് YYYMMDD എന്നുള്ള രീതിയിൽ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 14/4/1994 ജനിച്ചൊരു കുട്ടിയാണെങ്കിൽ ആദ്യം ആ ഇയർ കൊടുക്കുക 1994. പിന്നീട് എന്ത് ചെയ്യുക, ആ മന്ത് കൊടുക്കുക 4. പിന്നീട് എന്ത് ചെയ്യുക, ആ ദിവസം കൊടുക്കുക 14. അപ്പോൾ അവരുടെ പാസ്വേഡ് 1994-04-14 ആയിരിക്കും. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് രജിസ്ട്രേഷനിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ അതിൽ കുറച്ച് ബേസിക്കായുള്ള ഡീറ്റെയിൽസ് ചോദിക്കും. നിങ്ങളുടെ ഫോട്ടോ, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം, നിങ്ങളുടെ +2ൻ്റെ മാർക്ക് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും, CUTയുടെ സ്കോർ അപ്ലോഡ് ചെയ്യുകയും അതിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കേണ്ടി വരും. ഇത്രയും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ രജിസ്ട്രേഷൻ പ്രോസസ്സിങ് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഈ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ട് പിന്നീടാണ് എന്ത് ചെയ്യുക, നിങ്ങളുടെ ചോയ്സ് ഫില്ലിംഗ് ആരംഭിക്കുക. ആ സമയത്ത് അതിൻ്റെ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇതേപോലുള്ള ഇൻഫർമേഷൻസ് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് ചെറിയ ചെറിയ ഡിലേകൾ ഉണ്ടായിരുന്നു, അത് മാറിയിട്ടുണ്ട്. കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാ അപ്ഡേഷൻസും ഇനി ചാനലിൽ വരുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക്